ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ വന്നിരിക്കുന്ന ഒരു കിഡിലൻ ബേബ്ലേഡിനെ വെല്ലുന്നൊരു പമ്പർ ഉണ്ടാക്കാനാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ടീസറിൽ കണ്ടിട്ടാവും കിടന്ന് തിരിയണത്. നമ്മൾ ബേബ്ലേഡിനെ വരെ ചാലഞ്ച് ചെയ്യാണ് ഗൈസ് ഈ ഒരു പമ്പരം വെച്ചിട്ട്. കാരണം ഇത് അത്ര നന്നായി തിരിയുന്നുണ്ട്, അത്ര ടൈം തിരിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മത്സരമൊക്കെ വെക്കാം. അമ്മമാർ തിരിച്ചിലാട്ടോ സംഭവം തിരിയണത്. എന്തായാലും നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് കിടക്കല്ലേ. ബാ. Through the highways till my shadow turns to sun rays and ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ പമ്പരം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എടുക്കുന്നത് ഇതുപോലെ 2 ക്യാപ്പാണ് കേട്ടോ. ഏകദേശം ഒരേപോലെയുള്ള ക്യാപ്പാണ് എടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു പേന എടുക്കാം. ഇത് ഈസി ഗ്രോ എന്ന് പറയുന്ന ഒരു പേനയാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ 2 ക്യാപ്പിന് ഇങ്ങനെ വയ്ക്കുക. ഏകദേശം ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഒരു ഇൻസുലേഷൻ ടൈപ്പ് എടുക്കുന്നത്. നമുക്കിങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ നല്ല ടൈറ്റായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഏകദേശം ഇത് മതി ഗൈസ്. നമുക്കിനി ഇത് ഇതുപോലെ വെട്ടാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ അതുപോലെ സോൾഡറിങ്ങിൻ്റെ ഇതോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ ഹോൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പേന കിടക്കാൻ പറ്റുന്ന പോലെ വേണം ഇവിടെ ഹോൾ ഉണ്ടാക്കാൻ, കറക്റ്റ് നടുവിൽ. നമുക്ക് ആദ്യം അത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റ് ചെയ്യുന്ന ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഇതുപോലെ ഒരു ബ്ലേഡ് എടുത്തിട്ട് നമുക്ക് ഈ സൈഡിലുള്ളതൊക്കെ ഒന്ന് ചെത്തിക്കളയാം. ഇത് മതി. ഇനി നമുക്കിത് കടത്തി നോക്കാം. ഇതുണ്ട് വൈസ്, കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട്. നമ്മളിനി ചെയ്യാൻ പോണത് ഏകദേശം നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഏകദേശം ഇത്ര വലുപ്പത്തിലാണ് നമുക്ക് ഈ പേന ആവശ്യം. ഇപ്പോൾ ഏകദേശം ഇവിടെ ഇരിക്കണ പോലെ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുറിച്ച് കഴിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഇതിനുള്ളിൽ കൂടി ഇത് കടത്തിയിട്ട് നമുക്കിത് നല്ല ടൈറ്റായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഏകദേശം നമുക്ക് ഇവിടെ മതി. നമുക്കിത് ഒരു ക്വിക്ക് ഫിക്സോ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞങ്ങളിപ്പോൾ സൂപ്പർ ഗ്ലൂ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി അത് വിട്ട് വരില്ല, അതിനാണ്. ഇത് മതി ഗൈസ്. ഏകദേശം നന്നായി ഒട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ചെയ്യാൻ പോണത് എന്തായാലും നമ്മുടെ പമ്പൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ വായ മുറിച്ചാട്ടോ. ഇതിനെ നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് നോക്കാം. പിന്നെ നമ്മുടെ ഈ പമ്പരം ഏകദേശം ഇങ്ങനെ ഇരിക്കണം. ഏകദേശം നടുവിലായിട്ട് നമുക്ക് ഇവിടെ ഒരു അളവെടുത്തിട്ട് ഈ ഭാഗത്തും 2 ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു ഹോള് പോലെ, അല്ലെങ്കിൽ ഹോൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അപ്പോഴേ നമ്മുടെ ഈ പമ്പരം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്ന്. നമ്മൾ ഏകദേശം ഇങ്ങനെ വെച്ചിട്ട് ഒരു അളവെടുക്കാം. ഏകദേശം ഈ പമ്പരം ഇരിക്കാൻ പറ്റണ പോലെ ഈ പേനയുടെ അളവാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുക കേട്ടോ. ഈ ബോട്ടിലിൻ്റെ വായ ഏകദേശം ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് പോലെ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇത് പ്ലേസ് ചെയ്യാം. ആ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് ഇതുപോലൊരു നൂലാണ്. നമ്മൾ 2-3 നൂലിനെ അടുപ്പിച്ചിങ്ങനെ ത്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിരിക്കുക കേട്ടോ. ഇങ്ങനെ ചുറ്റിയിട്ട് എന്നിട്ട് 2 സൈഡ് ഓരോ നോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് നമുക്ക് നേരത്തെ നമ്മുടെ പേന മുറിച്ചപ്പോൾ ബാക്കി വന്ന ഒരു പീസ് ഉണ്ടല്ലോ, ചെറിയ പീസ്, അതിൽ 2 ചുറ്റി ഇതുപോലെ ചുറ്റാം. അതിന് ശേഷം നമ്മുടെ സൂപ്പർ ഗം എടുത്തിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ മറ്റേ അറ്റം ഉണ്ടല്ലോ, ഈ 2ാമത്തെ ഭാഗം, അതിനെ നമുക്ക് ഇതിനുള്ളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഈ അറ്റം ഇവിടെ ഉണ്ട്. 2ാമത്തെ അറ്റമാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗൈസ്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഇതാണ് നമ്മുടെ പമ്പരം. നമ്മുടെ പമ്പരത്തിൻ്റെ താഴെയായിട്ട് ഇത് വെച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ചുറ്റിയിട്ടുണ്ട് ഗൈസ്. അതിന് ശേഷം നമുക്കിത് ടൈറ്റാക്കിയിട്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പിടി നമ്മുടെ കയ്യിലുണ്ട്.
ഇതിപ്പോൾ ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിനെ താഴെ വെച്ചിട്ട് ഇതിങ്ങനെ ഒരൊറ്റ വലിച്ചാൽ മതി, തിരിയും. നമുക്ക് എന്തെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം, ഭയങ്കര ഈസി ആയിട്ട്. നിങ്ങൾക്ക് ചാലഞ്ചസ് ഒക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ ഇതാണിത്. അപ്പോൾ ഇതിപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിടിലം വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ടാറ്റാ.